എഡിറ്റിങ്ങിൽ കയറ്റാണ്ട് വിട്ടേനെ. അപ്പം അങ്ങനെ ഒരു തെറ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്നുള്ള ഒരു 2 മണിയായി ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഉണ്ടോ എന്ത് ഭംഗിയാ. എൻ്റെ ഷായട്ടിനെ കൊണ്ടും പറ്റണില്ല എന്നൊരു സമയം വന്നാൽ നോക്കിയത് കാണുമ്പോൾ എന്നിട്ട് തോന്നണേ ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിന്. അത് കോഴിപ്പാപ്പകൾക്ക് ഇനി നമ്മുടെ കുട്ടികളുടെ അടുത്ത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ, നമ്മുടെ ഡോറടയ്ക്കട്ടെ. അങ്ങനെ അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങണേക്കാളും മുന്നേ കഴിഞ്ഞ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ വീഡിയോ തന്നെയായിട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഇടുന്നത്. അപ്പോൾ അന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്നുള്ള ഒരു പാട്ട് റെക്കോർഡിങ് ആയിരിക്കുന്നു. അപ്പം ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം അത്രയ്ക്ക് അങ്ങോട്ട് സൗണ്ടിലൊന്നും അത് കേട്ടിരുന്നില്ല. പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അറിയാണ്ട് പറ്റിയൊരു തെറ്റാണ്. കാരണം ഞാൻ ആ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ശ്രദ്ധയിൽ പറ്റിയിരുന്നെങ്കിൽ ഞാനത് ആ ഭാഗം നമ്മളത് ഡിലീറ്റ് എന്താ പറയുക എഡിറ്റിങ്ങിൽ കയറ്റാണ്ട് വിട്ടേനെ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് നമ്മൾ അറിയാണ്ട് പറ്റിയ കാരണമാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ വീഡിയോ തന്നെയാണ് നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം കളഞ്ഞിട്ട് ഇന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. അയ്യോട്ടാ, ഇന്നേ നമ്മുടെ പറമ്പിലുണ്ടല്ലോ എല്ലാ ദിവസത്തെ പോലെയുള്ള ഒരാളെ പൊട്ടിക്കാനെല്ലാം എന്ന് പറഞ്ഞ ഇന്നത്തെ ആൾ ഭയങ്കര സ്പെഷ്യലാട്ടാ. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ എത്ര കാശുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര നമ്മൾ ആഗ്രഹിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ഇന്ന് നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ചേനപ്പൂവ്. ചേനപ്പൂവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊന്ന് ഓടി ചെന്ന് കടയിൽ പോയിട്ട് ഇന്ന് കഴിക്കണം തോന്നി ചെന്ന് കഴിഞ്ഞാൽ മേടിക്കാനേ കിട്ടില്ല. ഈ ഒരു സമയത്ത് മാത്രമാണ് ചേനപ്പൂ വിരിയാന്ന് വെച്ചാൽ വിരിയാൻ പാടില്ല. ഇതേപോലെ മുട്ട് പോലെ നിൽക്കുന്ന സമയത്ത് വേണം നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട്. വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ ചുറ്റുഭാഗത്ത് പോലും ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും പൊട്ടമണമായിരിക്കും. ഈ ഒരു സമയത്ത് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റാണ്, നമ്മുടെ നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അത് മാത്രമല്ല, കാരണം നമുക്കറിയാലോ ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വരുന്ന ഒരു പൂവാണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ അത്രയും രസമാണ്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല കടയ്ക്കുന്ന തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. നോക്കിയേ ഭംഗിയണ്ട, എല്ലാ സൈഡും ഓരോ പോലെ ഇരിക്കും. ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഓരോ ഇതളുകൾ നമ്മൾ അടർത്തണതിനനുസരിച്ച് ഉള്ളിൽ അത്രയും ഭംഗിയായിട്ടോ. അപ്പം ഞാനിത് അരിഞ്ഞ് കറി വയ്ക്കണത് കാട്ടിത്തരാം. ഇന്നിപ്പോൾ ആദ്യം ഇത് കറി വെച്ചിട്ട് വേറെ പരിപാടികൾ തന്നെ ഉള്ളൂ. കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ നമ്മുടെ ഈ പറമ്പിൽ വന്നപ്പോൾ ഇത്തിരി സമയം വൈകിട്ടാണ് ഇവിടെ നിന്ന് പോലെ. അപ്പം ഞാൻ അരിഞ്ഞെടുത്തില്ല. അപ്പം ഇന്ന് എന്താ പറയുക, ഇന്നത്തെ കറി തന്നെ ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഉണ്ടോ എന്ത് ഭംഗിയാ. അപ്പം നമ്മൾ ഇതും കൊണ്ട് ഇനി വേഗം വീട്ടിൽ പോട്ടെ. കറി വെച്ചിട്ട് വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന് പറമ്പിൽ. ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യണം എന്നൊക്കെ. എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചേനപ്പൂ നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ ഭാഗം ഇങ്ങനെ പൊളിക്കുമ്പോട്ടാ. അപ്പം കുറച്ചും കൂടി നെയ്ക്കിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഓരോ അരിഞ്ഞുകളായിട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇപ്പൊ തന്നെ നോക്കിയേ, കണ്ടോ ഒരു ഭംഗി കണ്ടോ, കണ്ടോ അയ്യോ ഈ ഒരു ഭംഗിയാണ്ട. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോ നോക്കിയേ. അപ്പം നോക്കിയല്ലേ, ഇത് നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആക്കിയപ്പോൾ ഇതേപോലെയാണ് ഉൾവശിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നോക്കിയേ, ഇത് കാണുമ്പോൾ എന്താ തോന്നണേ, കണ്ടോ നല്ല ഭംഗിയല്ലേ, നല്ല പ്രത്യേകതയല്ലേ. ഈ ചേനപ്പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും കളയില്ല, എല്ലാം നമ്മൾ നുറുക്കിയെടുക്കും. തോരന വെക്കണമെന്ന് വെച്ചാൽ നല്ല കനവും കുറവിൽ അരിഞ്ഞിട്ട് തോരൻ വെക്കണ പോലെ വെക്കുക. അതല്ല നമ്മൾ വെക്കണ വറുത്തരച്ചിട്ടൊക്കെ വെക്കണമെന്ന് വെച്ചാൽ ഇത്തിരി വലിപ്പത്തിലുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നുറുക്കിയെടുക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ നോക്കി ഇതേപോലെ ആ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം 2 കറുകപ്പട്ട ഇട്ട് കൊടുത്തു. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങിയപ്പോൾ ഒരു 4 സബോള കനം കുറച്ചത് അരിഞ്ഞിട്ട് ആ സബോളയുടെ ആ ഒരു പച്ച കുത്തില്ല അത് പോയി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് കൂടെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണേക്കാൾ കൂടുതൽ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് അതിലത്തെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു തക്കാളി ഇതായിട്ട് കൊടുത്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണുള്ളൂ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വയ്ക്കാം. ചെറു തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കില്ല. അപ്പോൾ ഇതാ പല ഭാഗത്തും നമ്മളൊന്ന് ഇളക്കി വയ്ക്കും കൊടുക്കണം. അതിനുശേഷം ഇതാ മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കിയാൽ നമ്മുടെ ചേനപ്പൂ വെന്തിട്ടുണ്ട്. ഈ വെന്തതിന് ശേഷമായിട്ടും നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചേനപ്പൂ ഇതാ റെഡി ആയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാനിത് അടുത്തുകൊണ്ട് പയറിരിക്കേണ്ടായിരുന്നു, പച്ചപ്പയർ, അതൊരു ഉപ്പേരിയാക്കി. കൂടെ തന്നെ നമ്മുടെ വീട്ടിലത്തെ ക്യാബേജ് തന്നെ കേട്ടോ, അതുകൊണ്ട് ഒരു തോരനൊക്കെ ഉണ്ടാക്കിയിട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ കേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഷായിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. അപ്പം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഞാനേ നോൺ വെജാന്ന് വെച്ചിട്ട് കഴിക്കാൻ വന്നിരുന്നത്. നോക്കിയേ കാണുമ്പോ അതേപോലെ ഉണ്ട്. പയറുപ്പേരി മാത്രം ക്യാബേജ് തോരന് വേറെ തോന്നില്ലേ? ക്യാബേജ് തോരൻ, ഇത് ചാനപ്പൂവിന്റെ ശരിക്കൊരു പോർക്കിന്റെ ബീഫ് വരട്ടെ പോലെ എനിക്ക് അങ്ങനെ തോന്നാം വെച്ച് വരുമ്പോ. കറികളെ പറ്റി പറയാനൊന്നുമില്ല. അപ്പൊ എന്നത്തെ പോലെ സൂപ്പർ തന്നെയാണ്. നമ്മളിനി അവിടുത്തെ പറമ്പിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കവിടെ ഒരു കുറ്റമ്പര വരുന്നുണ്ട്. ആ കുറ്റമ്പരയ്ക്ക് പന്തലിടും വേണം. അപ്പം നമ്മൾ നോക്കിയേ നമ്മുടെ മുളകൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പന്തലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് മുളക് ഉണക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടാ. അപ്പം ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകണം. ഇങ്ങനെ ഇരിക്കുള്ളൂ തോന്നുന്നുണ്ട്. ഒരുമിച്ച് നമ്മുടെ എല്ലാതും പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇതോടെ കൊണ്ടുവയ്ക്കാം. കുടിക്കാനുള്ള വെള്ളവും ഇപ്പോഴത്തെ ചെറുനാരങ്ങ വെള്ളം. നമ്മുടെ പച്ചക്കറികൾ പൊട്ടിക്കുന്നത് കൊണ്ടുവയ്ക്കാനാ. നമുക്ക് ആദ്യം കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് കുമ്പളങ്ങ പൊട്ടിച്ചെടുക്കാം. പിന്നെ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. മുളകൊക്കെ ലാസ്റ്റ് പൊട്ടിക്കാൻ നിൽക്കാം. കാരണം മുളകൊക്കെ പൊട്ടിക്കാതെ തന്നെ കുറേ സമയം വേണമല്ലോ. അപ്പം നോക്കിയേ ഒരു പ്രത്യേക വെളുപ്പായിട്ട് നമ്മുടെ കുമ്പളങ്ങയ്ക്ക് നമ്മൾ ഒരു കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊരു വലുപ്പമെന്നറിയോ? കഴിഞ്ഞ വീട്ടിൽ ഞാൻ നമ്മുടെ ഒരു മത്തങ്ങ ഇതുപോലെ പൊട്ടിച്ച് കാട്ടിയില്ലേ, നല്ല ഭയങ്കര ഒരു മത്തങ്ങയായിരുന്നു അത്. നോക്കിയേ കുമ്പളങ്ങനെ ഭയങ്കര ഉണ്ടോ. അപ്പം നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങില്ലേ ഇത് ഞങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കാട്ടെ ചെയ്യാം. നമ്മൾ രാവിലെ വെറും വയറ്റിൽ വെറുതെ ജ്യൂസ് അടിച്ച് കുടിക്കും. അപ്പോൾ ഇത് മുറിച്ചെടുക്കാം നമുക്ക്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പോവാൻ പോകുന്നത്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഒന്ന് ബാലൻസ് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ ഇനിയിപ്പോൾ എന്തിനാണെങ്കിൽ ഞങ്ങൾ പപ്പായ പൊട്ടിക്കാറായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പപ്പായ കാട്ടിയില്ലേ, അപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്നത് കാട്ടിയില്ലേ, രണ്ടാളും പഴുത്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ അവിടെ കൊണ്ടായിക്കട്ടെ, എന്നിട്ട് അത് പൊട്ടിക്കാം നമുക്ക്.
ഇനി നമ്മൾ പപ്പായ പൊട്ടിക്കാം. പപ്പായ നോക്കിയേ, ഇത് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ തൊട്ടുള്ള ആൾ നല്ല തുടുത്തുട്ടാ. പിന്നെ ഒരു ചെറിയൊരു പപ്പായും കൂടി ഉണ്ട്. അപ്പം ഇതാദ്യം പൊട്ടിക്കാം. കണ്ടോ, കത്തിയുടെ ആവശ്യമില്ല പപ്പായ പൊട്ടിക്കാൻ ശരിക്കും. കണ്ടോ, നല്ല ഭംഗിയാ. പിന്നെ ചെറുതും കൂടി പൊട്ടിക്കാം. 3 എണ്ണമായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തത്. ഇതെന്ത് ഭംഗിയല്ലേ, ഒരു പ്രത്യേക ഷേപ്പാട്ടെ പപ്പായിക്ക്. കണ്ട, ഒരു എക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കൊണ്ടാക്കിട്ടെ. ഇനി നമ്മുടെ ഇതാ 2 പീച്ചിങ് ഉണ്ട്. 2 എണ്ണമല്ല 3 പീച്ചിങ് ഉണ്ട്. പൊട്ടിക്കാട്ടാ, ഇതാ പൊട്ടിക്കാറായിട്ടുണ്ട്. ഇവിടെ ഒരാൾ ചെറുതാ, അതും പൊട്ടിക്കാം. മൂന്ന് പീച്ചിങ്ങ. ഇനി നമുക്കിത് ആ പടവലങ്ങ പൊട്ടിക്കാണ്ട് ഇതുണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അവിടെയാണ് നമുക്ക് എണ്ണം കൂടുതൽ. അതും പുതിയ തൈ തന്നെയാണ്. അതും പക്ഷേ എണ്ണം കൂടുതൽ വേഗം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം ഇവിടെ നിന്ന് പൊട്ടിച്ചു. ഇനി ബാക്കി അവിടെ നിന്ന് പൊട്ടിക്കാം. പിന്നെ അടുത്ത് നമ്മുടെ ഇവിടെ നിൽക്കണ പടവലം. അപ്പം നമ്മുടെ ഇവിടുത്തെ അറിയില്ലേ, നമ്മളിവിടെ ഈ പന്തലും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ കയ്പ്പയ്ക്കായിരുന്നു കയറ്റിയിരുന്നത്. നല്ല നീളമുള്ള പച്ച കയ്പ്പയ്ക്ക. ആ കയ്പ്പ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ അടുത്ത് കയ്പ്പ കയറ്റി കൊടുത്തു. പക്ഷെ അത് കുഞ്ഞ് കയ്പ്പയ്ക്ക, അധികം വലിപ്പമില്ലാത്ത കയ്പ്പയ്ക്കാണ്. ഇതുമ്പോൾ പിന്നെ പടർന്ന് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുമ്പോൾ ഒരുമിച്ച് കയറ്റിയതാണ് നമ്മുടെ പടവലം. അപ്പോൾ ആ പടവലത്തുമ്പൊന്നും പടവലം പൊട്ടിക്കാണ്ട് അതുപോലെ കയ്പ്പക്കായ ഉണ്ട്. പക്ഷെ കുഞ്ഞ് കയ്പ്പക്കായ എന്നുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് മുന്നത്തെ കയ്പ്പക്കായായിരുന്നു ഇഷ്ടം. അതിൻ്റെ അധികം കലപ്പുണ്ടായിരുന്നില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഇത്തിരി കലപ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാട്ടെ നമ്മുടെ ഈ പടവലം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഈ ഉണങ്ങി നിൽക്കണ ഇലയില്ലേ, അത് നമ്മുടെ മുന്നേ കയ്പ്പ കയറ്റിണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഇലകളായിട്ട് ഈ ഉണങ്ങി നിൽക്കണത്. അപ്പോൾ പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഇതാ ഇവിടെ ഒരു പടവലമുണ്ട്. ഇനി നമുക്ക് 2 കയ്പ്പക്കായ പൊട്ടിക്കട്ടെ. നമ്മൾ എന്നും വലിയ നല്ല നീളമുള്ള നിറച്ച് കയ്പ്പക്കായ പൊട്ടിച്ചുകൊണ്ടിട്ടേ ചെറുത് പൊട്ടിക്കാന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷക്കുറവ്. പക്ഷെ അത് ചേർന്നാലും കുഴപ്പമില്ല, 2 എണ്ണം പൊട്ടിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഒരു പൊടിക്കും കൂടി ഒന്ന് വലിപ്പം വയ്ക്കുമായിരിക്കും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 കുഞ്ഞ് കയ്പ്പക്കായ. ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് നമുക്ക് ഇത്രയും കുഞ്ഞ് കയ്പ്പക്കായ ഉണ്ടാവണേ. അപ്പോൾ ഇത് കൊണ്ടേക്കട്ടെ. അപ്പോൾ നോക്കിയേ, നമ്മുടെ എന്താ പറയുക കുക്കമ്പർ, നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പർ ഇട്ട് അവിടുത്തെ കഴിയുമ്പോഴേക്കും നമ്മളിതാ ഇവിടെ നട്ടത് ഇത് നിറച്ച് കായ. കണ്ട എന്ത് ഭംഗിയല്ലേ. ഇപ്പം ഇതുമ്പോൾ ഒരു 10-15 കായകളുണ്ട് കേട്ടോ പൊട്ടിക്കാനായിട്ട്. നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പർ കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പതുക്കെ കിടക്കട്ടെ. അപ്പോൾ നല്ല വെയിൽ ചൂട്, നല്ല ഭംഗി കാണാനായിട്ട്. ഇനി നമുക്ക് എണ്ണക്കായും മുളകും പൊട്ടിച്ചിട്ട് നമുക്ക് ചീര ചെയ്യണുള്ളൂ കേട്ടാ.
അപ്പോൾ നോക്കി നമ്മുടെ വെണ്ടക്കായ, ഈ വെണ്ടക്കായ സൂപ്പർ വെണ്ടക്കായ കേട്ടാ. കാരണം എന്താണെന്നറിയോ, അടിയിൽ നിന്ന് നല്ല നല്ല കൊമ്പും ചില്ലകളായിട്ട് കണ്ടോ വളർന്നു നോക്കണേ, നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ വെണ്ടക്കായ. അപ്പോൾ ഞാനത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ മുറിച്ചെടുക്കട്ടെ. അയ്യോ വെയിലിൻ്റെ ചൂട് സഹിക്കണില്ല കേട്ടോ, നല്ല ചൂട്. വെയിൽ പോയിട്ട് പറമ്പിടിക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല. അത് നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം വെയിൽ നോക്കാറില്ല, ഇങ്ങോട്ട് ഇറങ്ങുക, പൊട്ടിച്ച് കഴിയുമ്പോൾ വീട്ടിൽ കയറുക. എപ്പോഴാണ് പൊട്ടിച്ച് കഴിയണേ അപ്പോൾ കയറും. ഇനി നമ്മുടെ മുളക് പൊട്ടിക്കാൻ നിൽക്കാം. നമ്മൾ പച്ചക്കറി പൊട്ടിച്ചിങ്ങനെ സ്ഥലം മാറ്റിയിട്ടാണ്. ഇതിപ്പോൾ കച്ചവടത്തിന് ഇങ്ങനെ പോലെ തോന്നണില്ലേ ഇങ്ങനെ വെച്ചപ്പോൾ, കാരണം അവിടെ നല്ല വെയിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചു കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതൊരു രസമല്ലോ, കിട്ടുന്ന പച്ചക്കറികളൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലെ അങ്ങനെ നിന്ന് വിൽക്കാൻ നിന്നാലോ അതൊക്കെ തോന്നും. പക്ഷേ വിൽക്കൽ വേണ്ട, നമുക്ക് കൊടുക്കൽ മതി. ഒരു സന്തോഷത്തിന് കണ്ടോ, ഇന്ന് ഇത്രയും വെണ്ടക്കായല്ലേ കിട്ടുള്ളൂ, എനിക്ക് ഇത്ര കയ്പക്കായ കിട്ടുള്ളൂ, അതൊക്കെ ഒരു രസം, അത്രേ ഉള്ളൂ. ഇന്നാണ് മുളക് പൊട്ടിക്കുക. നമ്മുടെ മുളക് നോക്കിയേ, മഞ്ഞമുളക് പഴുത്ത് വരുമ്പോൾ ഈ കളറായിരിക്കും. അല്ലെങ്കിൽ നോക്കിയേ പച്ചയിൽ നോക്കിയേ ഇതേപോലെ കണ്ടോ, നല്ല ഉണ്ട മുളകുകൾ കണ്ടോ, എന്താ വലിപ്പം നോക്കിയ മുളകിൻ്റെക്ക്. ഇതെല്ലാം അതാ മുളകളാട്ടാ, ഇതെല്ലാത്തിനും ഉണ്ടാവുന്നുണ്ട്. ഇതെവിടേക്ക് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ, മഞ്ഞ കണ്ടോ, എല്ലാ കടയും ഇതേപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിഴക്ക് മുളക് പൊട്ടിക്കട്ടെ, അതായത് നമ്മുടെ സിറ, ഈ മുളകിൻ്റെ പേര് കേട്ടോ. മുളക് പൊട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര സമയം വേണ്ടി വരുമെന്നൊന്നും അറിയില്ല, അത്രയും അധികം ടൈം വേണം. അത് കാരണമാണ് ഏറ്റവും ലാസ്റ്റിക്ക് ഞാൻ മുളക് പൊട്ടിക്കാൻ വെച്ചത്. നമ്മളേ ഒരു മുറയപ്പോഴേ അവന് കൊണ്ടിട്ടു കേട്ടാ, കാരണം കുഞ്ഞ മുറ എടുത്തത് ഒരുവിധം ഫിറ്റാക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. നമ്മുടെ അവിടുത്തെ മുളക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് കൊണ്ടോട്ട മുളക് പഴുത്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൂടി പൊട്ടിച്ചെടുക്കാന്ന് വെച്ചു. ഈ കൊണ്ടോട്ട മുളകൊക്കെ വെച്ചിട്ട് എത്ര മാസങ്ങളായി, ഇപ്പോഴും അതുമ്പോൾ മുളക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊട്ടിക്കൽ കഴിഞ്ഞു, ഇനി ചീരയും കൂടി അരിയണം. ചീര പിന്നെ നമുക്ക് അരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അരിയാനുണ്ട്. ഞാൻ പറയണ പോലെ ചീര നട്ടിട്ടുള്ളത് ആകെ 2 ഭാഗത്ത് നട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാതും ഇതേപോലെ കണ്ടോ. ഈ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു കടയാട്ടത്. ഒരു കട ചീരയാണ് ഈ കാണുന്നത്. നമ്മൾ അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ ആയിട്ടുള്ളതാണ്. അപ്പം അതേപോലെ എല്ലായിടത്തും അരിയാനുണ്ട്. ഇതൊക്കെ അരിഞ്ഞരിഞ്ഞൊരു വിധമായ ചീരകളാട്ടാ. അവിടേക്ക് പുതിയ ചീരകളാ, അതൊക്കെ നല്ല നീളത്തിൽ നല്ല വലിപ്പത്തിലാണ് നിൽക്കണേ. ഒരു കെട്ടരിഞ്ഞു ഞാൻ അപ്പാപ്പ കെട്ടി വയ്ക്കുക, എന്തായാലും നമുക്ക് സ്ഥലയിൽ വയ്ക്കുന്നു. ഇപ്പം ഞാൻ ഈ അരിഞ്ഞ ചീരയ്ക്കും നമ്മൾ ഒരു 4-5 വട്ടം അരിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അരിയുമ്പോൾ തന്നെ വലിയ തണ്ടുകളാണ് കട്ടിയതായിട്ടാ ഉടക്കി നിൽക്കുന്നത്. നല്ല നീളത്തിലുള്ള തണ്ടുകളായിട്ടാണ് അരിയണേ. കണ്ടോ ഈ ചീരക്കടകൾ,
ഇതൊക്കെ നമ്മുടെ അവിടെ തന്നെ മുളച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് കുറച്ച് ഉള്ളിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ പറിച്ചത് കഴിഞ്ഞു തുടങ്ങി. കണ്ടോ ഉള്ളിലേക്ക് ഇതാ പുറമേക്ക് നിൽക്കുന്നത് കാണാം. ഇതൊന്നും നമ്മൾ വിളവെടുപ്പിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ദിവസം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയിട്ടാട്ടോ. കണ്ടോ സബോളയ്ക്ക് എനിക്ക് വലുതായി വരണേ. അപ്പോൾ ഇതിലത്തെ കടകളുടെ വണ്ണം നീളം ഞാനൊരു തണ്ട് ഇങ്ങനെ അരിയാം. അതെ ഇത്രയും നീളമുള്ള തണ്ടാ. ഈ തണ്ട് ചള്ള് തണ്ടാട്ടാ, നമുക്കിങ്ങനെ അരിഞ്ഞ് കറി വെക്കാൻ പറ്റും. അതിൻ്റെ മൂത്ത തണ്ടേ അല്ല. ഇതൊക്കെ പുതിയത് ഉണ്ടാവണ ചീരകൾ. അതിൻ്റെ തണ്ടിന് നല്ല നീളാ. ഇപ്പം ഞാൻ ഇതേപോലെ കുറ്റയ്ക്കിട്ടെല്ലാം അരിഞ്ഞ് നോക്കണേ. ഞാൻ നോക്കിക്കോളട്ടെ. ഞാൻ വേറെ ദിവസം കാട്ടി തരുന്നുണ്ട്. ഇതിൻ്റെ ചില്ലകൾ ഇങ്ങനെ അങ്ങോട്ട് വട്ടച്ച് അങ്ങനെ വരും. അങ്ങനെ വട്ടച്ച് വന്നാണ് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഞാൻ അരിഞ്ഞെടുത്ത ചെറിയ ചെറിയ തണ്ടുകൾ. അത് ചെറുത് തണ്ടുകൾ 4 പ്രാവശ്യമൊക്കെ അരിഞ്ഞതിന് ശേഷമായിട്ട് അത്രയും ചെറുതായത്. അല്ലെങ്കിൽ നല്ല നീളത്തിൽ തന്നെ വരും അവർ. ഇതൊക്കെ ഇതേപോലെ വളരാൻ നിർത്തി അതേപോലെ ഊര്. പക്ഷെ നമ്മുടെ സബോളയ്ക്ക് അത് പറ്റില്ലേ. നമ്മൾ പറിച്ച് നടാണെങ്കിൽ ഇത്രയും വളർച്ച വരില്ല. അവർ മുളച്ചോടത്ത് തന്നെ നിന്ന് വളരുകയാണെങ്കിൽ ഇതേപോലെ വളർച്ച വരും. ഇനി ഞാനുണ്ടല്ലോ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടാ. ഭയങ്കര പ്രത്യേകതയാ. നോക്കിയേ ഒരു ചീരക്കട അവിടെ നിൽക്കണത് കണ്ടോ. എല്ലായുടെ വലിപ്പം വരെ നോക്കിയേ. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇത് കാണില്ല. വേണ്ട കൈപ്പത്തി കാണില്ല എൻ്റെ. അതേപോലെ എത്രയും വലിപ്പമുള്ള ഇലകളാ. വേണ്ട എത്ര ചില്ലകളായിട്ട് ഇനി വരാമെന്നറിയോ. ഇപ്പോഴായിട്ടും ഇതിന് കതിര് പോലും വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എണ്ണി കാട്ടി തരാട്ടെ. അതിലത്തെ ചീരയുടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എണ്ണം തണ്ടുകളാ. ഇതൊക്കെ ഞാൻ വിശാലമായിട്ടാണ് വളരൂര്. അതാണ് പ്രത്യേകത. അപ്പം പിന്നെ ഉണ്ടല്ലോ നോക്കിയേ കയറ്റ് തൈ കണ്ട നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം ഇതവിടെ കൊണ്ടുപോയിക്കട്ടെ. അപ്പം ഇതാ നമ്മൾ ഇത്രയും പച്ചച്ചിരിയാണ് അരിഞ്ഞത്. ഇനി അരിയാനുണ്ട്, പക്ഷെ ഞാൻ നിർത്തി. കാരണം ഒത്തിരി ടൈമായിട്ടുണ്ട്. അപ്പം ഇനി നാളെ അരിഞ്ഞിട്ട് ബാക്കിയുള്ളത് അരിയലേ. ഇനിയിപ്പോൾ ഇതിനാണെന്നറിയോ, നമ്മൾ 2 ക്യാബേജ് ഉണ്ട് നമുക്ക് പൊട്ടിക്കാനായിട്ട്. ഞങ്ങളിങ്ങനെ നിർത്തിയതാ. എത്ര നാൾ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ അങ്ങനെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പാപ്പിലേക്കുള്ളത് പൊട്ടിച്ച് വയ്ച്ച് കറി വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ. അപ്പം ഇത് തന്നെ ക്യാബേജ് നമ്മളിങ്ങനെ നിർത്തി കൊടുത്ത് ഞാൻ കാട്ടിയിട്ടാ. അതുകൊണ്ട് പൊട്ടിച്ചെടുക്കണം. ക്യാബേജ് കൂടി അരിയാ. ദേ കണ്ടോ ക്യാബേജ് ഇങ്ങനെ നിർത്തി കൊടുത്തതാ. ഈ സമയത്ത് നമുക്ക് ക്യാബേജൊക്കെ കിട്ടുന്ന വെച്ചാൽ അങ്ങനെയല്ല. മറ്റേ നമ്മൾ മുന്നേ പൊട്ടിക്കുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലൊക്കെ ആയിട്ട് കിട്ടിയാണ്. ഇതിപ്പോൾ ഇത്ര നിർത്തിയ കാരണമാണ് ഈ ഒരു വലിപ്പം. കാരണം കുറേ ഇലകൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഒരെണ്ണൂടി ഉണ്ട് പൊട്ടിക്കാൻ. കണ്ടോ 2 ക്യാബേജ്. അപ്പം നോക്കിയേ ഇന്ന് നമ്മളിതാ ഇത്രയും പച്ചക്കറി ആയിട്ടാ പൊട്ടിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലേ നമുക്ക് തോന്നണില്ലേ ഒരു കച്ചവടത്തിന് നിൽക്കണ പോലെ. എനിക്കെന്നെ തോന്നുന്നുണ്ട് ഞാൻ കച്ചവടത്തിന് നിൽക്കണ പോലെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഈ പറമ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര സമയമെന്നറിയോ. കാലത്ത് 10 മണി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇറങ്ങിയതാണ്. ഇപ്പോൾ 2 മണി കിട്ടാ. അപ്പോൾ അങ്ങനെ അപ്പം എനിക്ക് കാര്യം പറയാനുള്ളത് എന്നിട്ടെന്നറിയോ,
എല്ലാവരും പറയുന്നത് നിങ്ങൾ തന്നെ രണ്ടുപേരും തന്നെ ചെയ്യണേ, ആരെങ്കിലുമൊക്കെ പണിക്ക് നിർത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു സന്തോഷമല്ലേ, അത് വേറൊരാൾ നിർത്തി കിട്ടാനും പോണില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റണില്ലേ, ഞങ്ങൾ കൃഷി നിർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ആരും നിർത്താത്തതിൻ്റെ കാരണം അതാണ്. കാരണം ഞങ്ങളുടെ സന്തോഷമാണ്. ഇതിൽ വേറെ ആൾ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവണില്ലല്ലോ. നനയിലും പോലും ഞാൻ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും, കാരണം നമ്മുടെ അവിടുത്തെ പറമ്പിലുണ്ട് ഇതേപോലെ ഇവിടുത്തെ പറമ്പിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പാണ് നനയ്ക്കുക. പച്ചക്കറികളോട് ഒരു ഇഷ്ടമുണ്ട്. അത് കാരണം അവിടുത്തെ നമ്മുടെ ആ ഒരു എന്ത് ചെയ്യാലും നമുക്ക് അവിടെ ഒരു അല്ലെങ്കിൽ അയ്യോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല. അതുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ. പിന്നെ ഇതൊക്കെ കൊണ്ട് നമുക്ക് പോവാം. വണ്ടിയിലേക്ക് വെക്കാനാണ് ഇപ്പം അടുത്തത്. നമ്മൾ വണ്ടിയിൽ വെക്കേണ്ട ചാക്കൊക്കെ വെച്ച് ഇവർക്ക് നിരത്തിയോട് വെച്ചാൽ കാരണം അപ്പം എങ്ങനെയൊക്കെയോ ഞാൻ വണ്ടിയിൽ ഒതുക്കി, അതെനിക്ക് മാത്രം അറിയുമോ എങ്ങനെയാണ് ഞാൻ ഒതുക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാ വട്ടത്തേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നല്ലോ. ചീരയല്ല കൂടുതൽ, മറ്റേ കുമ്പളങ്ങി നമ്മളെ സ്ഥലം പോയി. അപ്പം നമ്മൾ വീട്ടിൽ പോവാട്ടാ. ഞാൻ വീണ്ടും നമ്മുടെ ഈ പറമ്പിലേക്ക് തന്നെ വന്നോട്ടെ. വേറെ ഒന്നല്ല, കുറച്ച് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഈ ചോളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചോളം നമുക്ക് തിന്നാനും അതേപോലെ തന്നെ കിളികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടും ഒരു 4-5 കട നിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അണ്ണാമാരൊക്കെ ആവണം കവറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്ന് അവർ തിന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചു. കാരണം നമുക്ക് പയറും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അത് തിന്നണ്ട, അന്നത് തിന്നോട്ടെ എന്ന് വെച്ചു. പിന്നെ ചോളത്തിന് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തതിൻ്റെയും കാരണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എൻ്റെ മൂത്ത മകനുണ്ട്, അവനാണ് ചോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പറമ്പിൽ പൂമ്പിക്കും പറയാം ചോളം ഉണ്ടെങ്കിൽ പൊട്ടിച്ചു പോകുന്നു. ഇപ്പം അവനോട് ഇല്ലാത്ത കാരണം എനിക്ക് അങ്ങനെ ഒരു ശ്രദ്ധ വരുന്നുമില്ല. പിന്നെ ചോളം പൊട്ടിച്ച് തിന്നുമ്പോൾ അവൻ്റെ ഓർമ്മ വരും, അയ്യോ അവനുണ്ടെങ്കിൽ അത്ര ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ചോദിച്ചാൽ കിളികളെല്ലാം തിന്നോട്ടെ എന്ന് വെച്ചു. നമ്മുടെ അവിടുത്തെ പറമ്പിൽ അതേപോലെ കിളികൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത ഫുള്ള് തിന്ന് കഴിഞ്ഞ് നോക്കിയേ കണ്ടോ. ഈ കവറൊക്കെ ഇടാത്തത് കണ്ടോ, നിറച്ച് മണിയായിരുന്നു കേട്ടോ. അതാണ് പ്രത്യേകത, അത്രയധികം മണിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്ന് നോക്കിയേ ഒക്കെ തിന്ന് കഴിച്ചതാ. ഷായേട്ടനും ഉണ്ട് ഇട്ടെന്ന് പറമ്പിലേ. ഷായിട്ട് ഒരു ഭാഗത്ത് വൃത്തിയാക്കുന്നുണ്ട്, ഞാനിതേ ഒരു ഭാഗത്ത് കൂടി നിൽക്കാൻ വെച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഷായിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് തുടങ്ങാം. ഷായിട്ടാ ഞാൻ എത്തിൻ്റെ ഇട്ട പറമ്പിലേ. പിന്നെ മോശം കുറേ ഉണ്ട്. അതിന് ഞാൻ അങ്ങനെയൊക്കെ വലിച്ചിട്ട് കൊടുത്താലേ ഷായിട്ടിന് ഇങ്ങനെ സ്പീഡിൽ കളച്ചിങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ പക്ഷെ അങ്ങനത്തെ പരിപാടികൾ എനിക്ക് പറ്റില്ല. കാരണം അത് എന്താ പറയാ, ഒരാളെന്നെ ഒക്കെ വലിക്കുക, ഒരാളെന്നെ വീണ്ടും കളയ്ക്കുക, വൃത്തിയാക്കുക, ഭയങ്കര പാടായിരിക്കേ. കളയ്ക്കുക ഇല്ലാത്തൊരു ദിവസമില്ല അല്ലേ ഷായിട്ടാ. നമ്മളെന്ന് പറഞ്ഞാലേ ഒരു ദിവസം എപ്പോ ഗ്യാപ്പ് കിട്ടിയ അപ്പൊ കൂടി ഉണ്ടാവും. ഒന്നാമത് ഇവിടെ ഫുള്ള് നനയ്ക്കില്ല, അതാണ് നമ്മുടെ പറമ്പ് നനയ്ക്കുന്ന കാരണം എപ്പോഴും പുല്ലും വരും. നമ്മളെപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും റണ്ണിങ്ങിൽ നിൽക്കണം. ഒരു നനവില്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല നമ്മുടെ പറമ്പില്, അതേപോലെ നനച്ചിടും. പക്ഷെ പിന്നീട് നമ്മൾ നനച്ചിട്ട് പിന്നെ കുറച്ചിട്ട് വന്ന് നോക്കുമ്പോഴില്ലേ പാറപ്പുറം പോലെ ആയിട്ടും ഉണ്ടാവും അല്ലേ ചേട്ടാ. മഴക്കാലം അതേമാതിരി ചൂട് നോക്കിയപ്പോ ഇവിടേക്ക് ഇന്നലെ അല്ല കാലത്തൊക്കെ നനച്ചതാ. ഇവിടേക്ക് ഇപ്പോഴും കായ്ക്കോട്ടുണ്ട്, കത്തുമ്പോ ഇവിടെ കായ്ക്കോട്ട് തെറിക്കും. അത്ര ഇത് അന്നാ മഴ തുടങ്ങിയാലോ, മഴ തുടങ്ങിയ വെള്ളം പിന്നെ ഫുള്ളാവും. അങ്ങനെ ഒരു പ്രത്യേക സ്ഥല. അപ്പൊ ഞാൻ അവിടെ തുടങ്ങാട്ടെ ചേട്ടാ. അപ്പം നമുക്ക് ആദ്യം ഈ ചോളത്തിൻ്റെ അവിടെ തന്നെ തുടങ്ങാം. ചോളത്തിൻ്റെ കവറൊക്കെ ആദ്യം എടുത്ത് മാറ്റട്ടെ. കവറൊക്കെ നമ്മൾ കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കും കേട്ടാ. അപ്പം നമ്മുടെ ചോളത്തിൻ്റെ വൃത്തിയാക്കൽ കഴിഞ്ഞു. എല്ലാം കൂടി ലാസ്റ്റ് വാരി കളയാം, ഒരു ഭാഗത്ത് കൂട്ടിടാം നമുക്ക്.
ഇനി നമുക്ക് കുറച്ച് ചീരയുടെ ഭാഗം വൃത്തിയാക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാലേ ചീരക്കാടെന്ന് തന്നെ പറയാം. ഈ ഒരു പപ്പ ഒഴിച്ചാൽ ബാക്കി നിൽക്കുന്നത് മുഴുവൻ ചീരക്കാടാണ്. അതായത് ചീര നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്താ പറയുക അത്ര വട്ടം അരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ നിറച്ച് കതിര് വന്ന് നോക്കിയാൽ കണ്ടോ, അതേപോലെ കതിര് ഹൈറ്റിലാണ് ചീര നിൽക്കണേ. അതേപോലെയാണ് ചീരക്കാട് നിറച്ചാണ് കേട്ടാ. കണ്ടോ, നമ്മുടെ ഇവിടെ ഒരു പപ്പ അതേപോലെ അത്യാവശ്യം ഫ്രൂട്ട്സ് മരങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ടാണ് ഇത് ഇപ്പുറത്തൊരു പപ്പയുണ്ട്. 2 പപ്പേരെ ഈ ഒരു പപ്പയുടെയും അതേപോലെ തന്നെ ഈ ഒരു പപ്പയുടെയും സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് ഈ ഫുള്ള് ചീരക്കാട്. എന്നാണ് കേട്ടോ നമുക്ക് മുഴുവൻ കളയാനുള്ളത്. നമ്മുടെ കേട്ടോ നോക്കി പപ്പയടിക്കൊക്കെ ഒരു ശ്വാസം കിട്ടണ പോലെ ചീര പോയി കഴിഞ്ഞപ്പോൾ 2 കൂടി ഉണ്ട് ആളുടെ ചുറ്റും. ചീരക്കടയാണെങ്കിലോ കണ്ടോ ഇതേപോലെയാണ് നമ്മുടെ ചീരക്കടകള്. നമ്മൾ ഈ പപ്പ കണ്ടോ നല്ലൊരു പപ്പയാണേ. കണ്ടോ താഴ്ത്തുനിന്ന് തന്നെ കായകൾ ഉണ്ടാവണതാണ്. അപ്പോൾ നമ്മൾ ഈ ചീരക്കടയ്ക്ക് ഇപ്പോൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കായ്ക്ക് കുഴി മുത്തൊക്കെ ഉണ്ടായി കിട്ടും. നമ്മുടെ തക്കാളിക്ക് ഓരോ വടി കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. ചായട്ടൊന്ന് നോക്കി ഈ ഭാഗം കണ്ടോ അതേ വൃത്തിയാക്കി തുടങ്ങി. സൂപ്പറായിട്ടില്ലേ സ്ഥലം? ഇതേ സ്മിത ഇതേമാതിരി ക്ലീൻ ആക്കി തന്നത് കൊണ്ടാണ് ഇങ്ങനെയായത്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ ഇത് പറ്റില്ല. നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. ഫിനിഷിങ് ആക്കി ഒക്കെ കാടൊക്കെ കളഞ്ഞു തന്ന അപ്പൊ അടിപൊളി. ഇപ്പോ രസമായി വേഗം കഴിഞ്ഞു തുടങ്ങിയതുകൊണ്ട് തക്കാളി നോക്കി നിറച്ച് പൂവൊക്കെ ആയിട്ടാ. ഇതാണ് നമ്മുടെ കുറ്റമര. കുറ്റമരയ്ക്കായിട്ട് നമ്മളിത് ചെയ്യണത്. ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ ഇടയിൽ കയറൊക്കെ കെട്ടണം. താൽക്കാലികമായിട്ട് ഞാനിതിപ്പോൾ വെക്കണമല്ലോ, ഇപ്പം ചെയ്യാൻ നിൽക്കണില്ല. ഒരു കയറൊക്കെ കെട്ടിയിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കെടുക്കും. അധികം ഹൈറ്റ് വലിയത് കുറ്റാമരയാണ്, മറ്റേ പടരണ വലിയ അമരയല്ല. ഒരെണ്ണം കൂടി ഇല്ലേ, അതൊന്നും കൊണ്ടേക്കട്ടെ. നമ്മുടെ നോക്കിയേ കുറ്റിയാമരമ്മ പൂവുണ്ടായിക്കണോക്കിയേ ഉണ്ടോ. ഇനി ഇതിന് ഓരോ വടി കുത്തി കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ വളരുന്നതിനനുസരിച്ച് കയറ്റി വിടണം. ഇതിൻ്റെ മുകളിൽ 2-3 കയറ് കെട്ടി കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അതൊന്നും ചെയ്യാൻ നിൽക്കണില്ല, കാരണം ഇന്ന് കുറച്ച് നേരം ഇവിടെ വന്നിട്ട് അതൊക്കെ ഇനി അടുത്ത ദിവസമായിട്ട് ചെയ്യാമല്ലോ. ഇനി നമ്മുടെ അരിഞ്ഞ വെച്ച ചീരിയില്ലേ അതൊക്കെ എടുത്ത് നമുക്ക് വീട്ടിൽ പോവാം. ഷായിട്ട് ഞാൻ പോവാ. വരണ്ട ഷായിട്ട് പോരണ്ട. എന്തായാലും നമ്മുടെ ഈ ചീര അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് കോഴികൾക്ക് കൊടുക്കാം. ഇലയുള്ള ദിവസം കൂടുതൽ തവിടും കൊടുക്കേണ്ടി വരാറില്ല കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ വേണ്ട, ഇത് പറ്റുമോ ഒതുക്കി പിടിക്കുക, കെട്ടുന്നില്ല. ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടേ അവിടെ ഇടണല്ലോ. കൊറേ ഉണ്ട് പോട്ടെ. അപ്പൊ അമ്മയുടെ കുട്ടിപ്പട്ടാളങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇരുന്നുണ്ടല്ലോ. അമ്മ പുല്ല് വേണമെന്നുണ്ട് കേട്ടാ. നമ്മുടെ കോഴികൾക്ക് ചീരിട്ട് കൊടുത്തിട്ട് അത് തരാം കേട്ടാ. എല്ലാവരും വൈകുന്നേരം വരെ ആയിട്ടെന്ന് ഫുഡ്. അത് കോഴിപ്പാപ്പകൾക്ക് ഇനി അമ്മയുടെ കുട്ടികളുടെ അടുത്ത് വാ വാ വാ. ആ ശരി വാ. ആര് പൊന്നെ അമ്മ പറമ്പിൽ പോയി നേരം വൈകിയോ? ഇല്ല ഇല്ല സങ്കടം മുഴുവൻ പ്രായത്തിന് പോനാ. വാ അമ്മയുടെ അടുത്തിരിക്കാം. വാ വാ അമ്മ വായോ നമുക്ക് ഇവിടെ ഇരിക്കാം. വാ ആടാ. അമ്മയുടെ കുട്ടികൾക്ക് സങ്കടം ഉണ്ടോ? അമ്മേനെ കാണാണ്ടായ്യാ. അച്ഛന് പൊന്നേ അമ്മേനെ പൊന്നൂന്റെ സങ്കടം. വാ സങ്കടം പറയാ. ആര് പോയി വൈകിട്ട് പോയി.
ഓ ഫ്ലൈറ്റിലേക്കാണ് എപ്പോഴും സങ്കടം കൂടുതൽ. നമ്മളെ കുറെ നേരം കാണണ്ടായോ, സമാധാനേ. ഇനി ഇത്രേ ഉള്ളൂ, കുറച്ചു നേരം ഇവരെ കൂടി ഇരിക്കും. പിന്നെ നമ്മുടെ ടൈസും കൂട്ടനും അംബ്രൂസിനും പേളിക്കുട്ടിക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടാ. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. ഷാഹ്രിയുടെ മകൾ ഐഫ മന്നാലിൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 25. അതായത് അപ്പോൾ ഐഫ കുട്ടിക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ലൂസി ജോസഫിൻ്റെ കൊച്ചുമകൻ, അതായത് ചെറുക്കുട്ടെന്ന് വിളിക്കുന്ന ഏതൻ ബോബിയുടെ ബർത്ത്ഡേ ഏപ്രിൽ 23 അന്ന് നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടായാലും ചെറുക്കുട്ടന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടാ. ആയോട്ടാ. ഇനി നമ്മളുണ്ടല്ലോ കണ്ണൻകുട്ടിയുടെ അവിടുത്തെ പൂരാണ്. അപ്പോൾ അവിടേക്ക് പോവാം. പിന്നെ കുറച്ച് ചീരി ഒക്കെ ഇട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ പറയോ ഷേട്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പൂരപ്പറമ്പേ പോയിട്ടൊന്നും മേടിക്കില്ല, നടക്കില്ല. അപ്പൊ ഇങ്ങനത്തെ പോളമുള്ള സാധനങ്ങളില്ലേ, അത് കുറച്ച് കൂടുതൽ മേടിച്ചിരിക്കുക കുട്ടികൾക്ക് കൊടുക്കാൻ. എല്ലാവരും അവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. ഞാൻ കുറച്ച് നേരം വീട്ടിൽ പോണേ. അങ്ങനെ ഞങ്ങളിതാ കണ്ണൻകുട്ടിയുടെ വീട്ടിലെത്തിയിട്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടിയുടെ വീട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും കാവടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി തന്നെയാണ് കാവടി പോവുക. അപ്പോൾ ഞങ്ങളിത് കണ്ണൻകുട്ടീനെ ചെയറിൽ കൊണ്ടിരുത്തി അങ്ങനെ കാവടിയൊക്കെ ഞങ്ങൾ കാണിച്ചു വിട്ടാ. അച്ഛൻ്റെ വീട്ടിന്റെ മോളെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മായി അച്ഛൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയും. അമ്മായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. ഇതിന്റെ കണ്ണുകൂട്ടിയോട് യാത്ര പറയട്ടെ. കണ്ണുകൂട്ടി പോട്ടെ അമ്മായി. ഞാൻ അടുത്ത വരാം കേട്ടാ. കഴുത്ത് അമ്മായിയെ പോട്ടെപ്പോ. ബൈ ബൈ ബൈ. അടുത്ത വീഡിയോ ബൈ. അടുത്ത വീഡിയോ ബൈ. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ പത്രമുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്ത് വേണ്ടി വീണ്ടും കാണാം കേട്ടോ. പേടിക്കുട്ടി ഉണ്ടായിട്ട് ഉണ്ട്.